എൻ്റെ എത്രയും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണല്ലോ നമ്മുടെ ദാമ്പത്യം. എല്ലാ പ്രവർത്തനങ്ങളും, നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടക്കം കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലേ? എവരി ചാരിറ്റി വർക്ക് സ്റ്റാർട്ട് ഫ്രം ഹോം എന്നാണ് പറയുക. അപ്പോൾ കുടുംബത്തിൽ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ, കുടുംബത്തിൽ നിങ്ങൾ സ്വസ്ഥമായി ജീവിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം ആഹ്ലാദപ്രദമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സൊസൈറ്റിക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും പ്രശ്നം എന്താ അറിയോ? നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് തടസ്സമായിട്ടുള്ള അല്ലെങ്കിൽ തടസ്സം വരാവുന്ന കാര്യങ്ങൾ എന്താണ് അത് നമ്മൾ ചിന്തിക്കണം. ഒരു വിവാഹ ജീവിതം, ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ സ്വതന്ത്രമായിട്ട് നടക്കുന്നിടത്തോളം കാലം അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വിവാഹം എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന ആളുകൾ, അല്ലേ? രണ്ട് കുടുംബത്തിൽ നിന്ന്, രണ്ട് ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു വലിയൊരു സംഭവമാണ് ജീവിതത്തിൽ, അല്ലേ? ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബങ്ങൾ, രണ്ട് സംസ്കാരങ്ങൾ, രണ്ട് പ്രാദേശികമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ മാറ്റങ്ങളുള്ള വ്യത്യസ്തമായ രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ യോജിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം. പക്ഷേ ഒരു ചടങ്ങ് പോലും നമ്മളിവിടെ ഉള്ള പോലെ ആവില്ല മറ്റിടത്തുള്ളത്. അപ്പോൾ അത് കുടുംബങ്ങളുടെ പ്രശ്നമായി. അപ്പോൾ ഈ കുടുംബങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടി നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അല്ലേ, ഒരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ ഒരു തിരിച്ചു പോക്കുണ്ട് അവളുടെ വീട്ടിലേക്ക്, നമ്മുടെ ഭാര്യ. പോകുമ്പോൾ അവിടെ അമ്മ അവരൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ അന്ന് പറയുന്ന ആ അഭിപ്രായം അനുസരിച്ചാണ് നമ്മുടെ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ഈ കെട്ടുറപ്പ്, അല്ലേ? അവിടുന്ന് തുടങ്ങുന്നു. അതാണ് അതിൻ്റെ അടിത്തറ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ അവളുടെ മുഖത്തുള്ള ആ ഭാവങ്ങൾ, ആ ഒരു തിളക്കങ്ങൾ അല്ലെങ്കിൽ ഞെളുക്കങ്ങൾ, ചിലതൊക്കെ പോകുമ്പോൾ മുഖം ആകെ വിഷമിച്ചിട്ടേ പോവാം, അല്ലെങ്കിൽ ആ സന്തോഷം, അത് കാണുമ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാവും അവൾ എത്രമാത്രം ഇവിടെ സന്തോഷവതിയാണ് അല്ലെങ്കിൽ സംതൃപ്തയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഭാര്യയൊക്കെ അത് കഴിഞ്ഞു തുടക്കം. ഓക്കെ, അതിൽ നമുക്ക് ആക്കാൻ പറ്റും. കാരണം തുടക്കത്തിൽ നമ്മളും അധികം നമ്മുടെ തനി സ്വഭാവം പുറത്തെടുക്കില്ല, അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന അത് കുറേ ഉപദേശങ്ങൾ അവൾക്ക് അമ്മ കൊടുത്തിട്ടുണ്ടാവും. അവളെ അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, ഭർത്താവിൻ്റെ അമ്മയെ അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഭർത്താവിനെ എല്ലാം ആക്കരുത്, നീ നിൻ്റെ സ്വാതന്ത്ര്യം നോക്കണം, നിൻ്റെ സന്തോഷം നോക്കണം, എല്ലാം ഭർത്താവിന് കൊണ്ട് അങ്ങനെ ജീവിതം ആയാൽ നിൻ്റെ കാര്യം കട്ടപ്പുകയാവും എന്നൊക്കെ ചിലപ്പോൾ ചില അമ്മായിമ്മമാർ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ കേട്ടിട്ടാണ് റെഡിയായിട്ടാണ് വരുന്നത്. ഒരു യുദ്ധത്തിന് തയ്യാറാവാനുള്ള എല്ലാ ചാണക്യ മന്ത്രങ്ങളും ആ കുട്ടി നേടിക്കഴിഞ്ഞു. ആ പെൺകുട്ടി നിഷ്കളങ്കയായ ഒരു പക്ഷേ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഭർത്താവിനെ പറ്റിയും ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയും ചിന്തിക്കാതെ വന്നിട്ടുള്ള ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഈ വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ ചില അമ്മമാർ കുത്തി നിറയ്ക്കും. കാരണം ആ പെൺകുട്ടി എവിടെയും പരാജയപ്പെടാൻ പാടില്ല. അവളവിടെ ജയിച്ച് നിൽക്കണം, ആ കുടുംബത്തിലെ ആളായി നിൽക്കണം, അവൾക്ക് കീഴിലാവണം മറ്റുള്ളവർ. അതൊക്കെ നമ്മളൊരു ചിന്തയാണ്. കാരണം നമ്മളെ മക്കൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്തായിരിക്കണം ആ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു വേലക്കാരുടെ സ്ഥാനം കിട്ടുള്ളൂ. അപ്പോൾ അവന് കുറച്ച് അധികാരം അവൾ കാണിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട്. അതൊക്കെയാണ്. അങ്ങനെയൊക്കെ ഈറ്റപ്പുലി പോലെയൊക്കെ വരുന്ന ആ പെൺകുട്ടിയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? കാരണം അവർക്ക് ഫുൾ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ട്, പ്രത്യേകിച്ചും അമ്മയുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അവൾ ജയിക്കാമെന്ന് പറഞ്ഞ പ്രയാസമാണ്. എങ്കിൽ നമ്മുടെ ഒരു ഇതുകൊണ്ട് അഭിപ്രായങ്ങൾ നമ്മൾ ജയിച്ചില്ലെങ്കിലോ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്, അല്ലേ? അപ്പം ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആ പെൺകുട്ടി നമ്മൾ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതാണ്, അല്ലേ, പൊതുവേ. പക്ഷെ അതിൽ ചിലതൊക്കെ നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലായതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാതെ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതെല്ലാം മറക്കുക. ഇപ്പോഴാ പെൺകുട്ടി നമ്മുടെ ഭാര്യയാണ്. അവളെ ജീവിതം മുഴുവൻ നിൽക്കേണ്ടവളാണ്. അവളെ നമ്മളെങ്ങനെ സ്നേഹത്തോടെ നിർത്തും എന്നാണ് നമ്മുടെ നോട്ടം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
അവിടെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ പെൺകുട്ടിയുടെ എന്തൊക്കെയാണ് ഹാബിറ്റുകൾ, എന്തൊക്കെയാണ്, എല്ലാം തികഞ്ഞ മനുഷ്യർ ഈ ലോകത്തിലില്ല അല്ലേ? അത് ഭാര്യയായാലും ഭർത്താവായാലും ഇല്ല. അപ്പോൾ അവരുടെ ആ കഴിവുകളും കഴിവുകേറുകളും രണ്ടും, പോരായ്മകൾ നമ്മൾ അറിയണം, അവരുടെ ഗുണങ്ങൾ നമ്മൾ അറിയണം. രണ്ട് അനുസരിച്ച് അവരോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മളിതൊന്നും പഠിച്ചു വന്ന ആളല്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിക്കുകയാണ് അല്ലേ? പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയായിട്ട്, പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ നമുക്കൊരു അടുപ്പം വരുന്നൊരു സംഭവമാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും, ആണായാലും പെണ്ണായാലും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അവളെ സ്നേഹിക്കാൻ പഠിക്കുക. ഒരുപക്ഷെ അവളെക്കാൾ കൂടുതൽ സുന്ദരികളായ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്വഭാവവിശേഷതകൾ ഉള്ള പെൺകുട്ടി അപ്പുറം ഉണ്ടാവും, അയൽപ്പക്കത്തുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പരിചിത വലയത്തിലുണ്ടാവാം. അതൊക്കെ മറക്കുക. ഇതാണ് നമ്മുടെ രാജകുമാരി എന്ന് കണ്ട് മനസ്സുകൊണ്ട് അവളെ സ്നേഹിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സ്നേഹം കൊടുക്കുമ്പം ആ പെൺകുട്ടിക്ക് നിങ്ങളെ സ്നേഹിച്ചേ പറ്റൂ. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അടിമയാവാന്നല്ല, ഞാൻ നിങ്ങളോട് ഇതിനുമ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹിച്ച് അവളെ എന്നും സന്തോഷവതിയാക്കി നിർത്തുക. അതുപോലെ അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ കാഴ്ചപ്പാടുകൾക്കും കൂടി നമ്മൾ മുൻതൂക്കം നൽകുന്നു എന്ന രീതിയിൽ വേണം നമ്മുടെ ഓരോ പെരുമാറ്റങ്ങൾ. അവർക്ക് അങ്ങനെ തോന്നണം, ഭർത്താവ് എന്നെ ഗവനിക്കുന്നുണ്ട്, ഈ വീട്ടിലെനിക്ക് ഒരു ഒരു വില കിട്ടുന്നുണ്ട് എന്നുള്ള തോന്നൽ നമ്മൾക്ക് സൃഷ്ടിക്കാൻ പറ്റിയാൽ ആ പെൺകുട്ടി തീർച്ചയായും സ്വന്തം വീട് പോലെ അവൾക്കിവിടെ പെരുമാറാനും അമ്മയും അച്ഛനെയും ഒക്കെ അതുപോലെ നോക്കാനും സഹോദരങ്ങളെയും അതേപോലെ പെരുമാറാൻ സാധിക്കും. കഴിയുന്നതും ഒരു ഗൗരവം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും വളരെ നല്ലൊരു സാഹചര്യം ഉണ്ടാക്കുക. വീട്ടിൽ നമുക്ക് ഫ്രീ ആയി സംസാരിക്കാനും ആരെയും പേടിക്കല്ല, സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക. പിന്നെ ആദ്യമായിട്ട് കറി വെച്ച് വരുന്ന അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാൻ അധികം അറിഞ്ഞൊന്നും വരില്ല. അതിന് നമ്മൾ കളിയാക്കാതെ അത് നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അവളെ വിളിച്ച് പൊതുമധ്യത്തിൽ നിന്നല്ലാതെ മാറ്റി നിർത്തി, ഇതിൽ കുറച്ച് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അത് നീ ഒന്ന് ശ്രദ്ധിക്കണം, എന്നാൽ കുറച്ചുകൂടി നന്നാവും, ഇപ്പം നന്നായിട്ടുണ്ട്, അങ്ങനെ പ്രോത്സാഹനം കൊടുത്ത് അങ്ങനെ ആക്കിയിട്ട് വരിക. കാരണം നിങ്ങൾ ആലോചിക്കണം, ഒരു പെൺകുട്ടി വരുമ്പോൾ അവൾ ഒറ്റയ്ക്കാണ് നമ്മളെ മുമ്പിലേക്ക് എത്തുന്നത്, നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അച്ഛനും അമ്മയുടെ അടുത്തൊക്കെ വളരെ ഒരുപക്ഷെ സ്നേഹവായ്പകളോടൊക്കെ വളർത്തിയതായിരിക്കും. ഒരുപാട് ലാളനകൾ ഏറ്റ് വാങ്ങി മുന്നോട്ട് പോയ പെൺകുട്ടിയായിരിക്കും. ആ പെൺകുട്ടിക്ക് പെട്ടെന്നൊരു ദിവസം ഒരു തിരസ്കരണം, അല്ലെങ്കിൽ നമ്മളൊരു നോ പറയുമ്പോൾ അതൊരു പ്രയാസം ഉണ്ടാക്കും. നോ പറയുന്നതല്ല, നോ പറയേണ്ടത് നോ പറഞ്ഞേ പറ്റൂ, ആദ്യം മുതലേ പറയണം. ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ സിസ്റ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറച്ചൊക്കെ നിനക്ക് പ്രയാസം ഉണ്ടാവും, എങ്കിലും നമ്മളൊന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ആ കുട്ടിയുടെ വരുന്ന പെൺകുട്ടിയുടെ ഇതനുസരിച്ച് നമ്മളും കുറച്ച് അഡ്ജസ്റ്റ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമില്ലാതെ നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അവരുടെ കഴിവുകളെ നമ്മൾ അതുപോലെ തന്നെ അഭിനന്ദിക്കുകയും കഴിവ് കുറവിനെ അല്ലെങ്കിൽ പോരായ്മകളെ മാറ്റി നിർത്തി സ്വകാര്യമായിട്ട് നമ്മളവരെ ഉപദേശിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് നമ്മളിലൊരു ആത്മവിശ്വാസം വരും. ഇതെൻ്റെ സ്വന്തം ആളാണ്, ഈ വിഷമങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ ഒരു നല്ല കുടുംബിനിയാക്കി മാറ്റാൻ, അല്ലേ, നല്ലൊരു ഭാര്യയാക്കാനുള്ള ശ്രമത്തിലാണെന്ന് അവർക്ക് തോന്നണം. പക്ഷെ അതേ കാര്യം നമ്മൾ കളിയാക്കുന്ന രീതിയിൽ പറയുകയാണ്, നാലാൾ മുമ്പിൽ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതം തന്നെ, ആ കുടുംബ ജീവിതം തന്നെ പരാജയപ്പെട്ടു എന്ന് വരാം, നമ്മുടെ ദാമ്പത്യം കട്ടപ്പുക ആയിന്ന് വരാം. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അവരുടെ മനോവീര്യം കെടുത്തിക്കൊണ്ടുള്ള ഒരു വാക്കുകളും നമ്മളെ വായിന്ന് വരാൻ പാടില്ല. വളരെ സ്നേഹത്തോടെ മെല്ലെ മെല്ലെ അവർ വരും, നമ്മളെ തന്നെ കയറി ഭരിക്കാനൊക്കെ പ്രാപ്തിയാവും. കാരണം പെൺകുട്ടികൾ അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട്, പുരുഷനെക്കാളും മെച്യൂരിറ്റി ഉള്ളവനാണ്. പിന്നെ അവൾക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവൾക്കൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ തന്നെ സമയം കൂടുതലായിപ്പോയി. നമ്മൾ തീർച്ചയായും ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നാളെ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം, സഹകരിക്കണം. ഇതുവരെ ഇത് കേട്ടുകൊണ്ടിരുന്ന ഇനി കേൾക്കാൻ പോകുന്നവർക്കും അതുപോലെ എനിക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ തന്നിട്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് സുരേഷ് പുനൂർ, പൂനെ.